ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2020 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. പ്രഥമ 2020 ലോകകപ്പ് കിരീടം നേടിയ ശേഷം വലിയ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യ വീണ്ടും ഒരു കുട്ടി ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്. ഈ ലോകകപ്പ് കിരീട നേട്ടത്തോടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും 2020 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. ഇവരുടെ അഭാവത്തിൽ പുതിയ യുവതാരങ്ങൾ ഇനി വളർന്നു വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ 2020 അടുത്ത നായകൻ ആരാണെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, ഋഷഭ് പന്ത് എന്നിവരെല്ലാം അടുത്ത നായകന്മാരാവാൻ യോഗ്യത ഉള്ളവരാണ്. ഇതിൽ കൂടുതൽ സാധ്യതയുള്ളത് ഹാർദിക് പാണ്ഡ്യയ്ക്കാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്ക് എത്തിച്ച് ഹാർദിക് നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ്. ഹാർദിക് ഇന്ത്യയുടെ അടുത്ത നായകനാവുന്നത് ചില താരങ്ങളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അതേസമയം ഹാർദിക്കുമായി മികച്ച ബന്ധമില്ലാത്ത ചില താരങ്ങളെ ഒതുക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇതിൽ ഒരാളാണ് സഞ്ജു സാംസൺ. മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്ത്യയുടെ 2020 ലോകകപ്പ് ടീമിൽ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കപ്പെടുന്ന താരമാണ്. എന്നാൽ ഹാർദിക്കുമായി സഞ്ജുവിന് അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. IPL-നിടെ ഇരുവരും തമ്മിൽ ഉടക്കിയിരുന്നു. സഞ്ജുവിനെ ഹാർദിക് സ്ലെഡ്ജ് ചെയ്തതും പിന്നാലെ റാഷിദ് ഖാന്റെ ഓവറിൽ സഞ്ജു ഹാട്രിക് സിക്സർ പറത്തുകയും ചെയ്തിരുന്നു. സഞ്ജുവിനെ കാര്യമായി പിന്തുണയ്ക്കുന്ന ഒരു താരമല്ല ഹാർദിക് പാണ്ഡ്യ. സഞ്ജുവിന്റെ പ്രകടനത്തെ ഹാർദിക് പാണ്ഡ്യ അധികം പിന്തുണയ്ക്കുന്നതായി കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഹാർദിക് നായകനായാൽ സഞ്ജുവിനെ തഴയാനുള്ള സാധ്യത ഏറെയാണ്. അയർലൻഡിനെതിരായുള്ള മത്സരത്തിൽ ഹാർദിക്കിന് കീഴിൽ സഞ്ജു കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നായക സ്ഥാനത്തേക്ക് ഹാർദിക് എത്തുമ്പോൾ സഞ്ജുവിനേക്കാൾ പിന്തുണ ഋഷഭ് പന്തിന് നൽകാനാണ് സാധ്യത. ഹാർദിക്കിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ് ഋഷഭ് പന്ത്. കൂടാതെ ഇഷാൻ കിഷനെ ഹാർദിക് പിന്തുണയ്ക്കുമെന്നും ഉറപ്പാണ്. രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക്കിനെ മുംബൈ നായകനാക്കിയപ്പോൾ ടീമിനുള്ളിൽ വലിയൊരു എതിർപ്പുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ തുടങ്ങിയവരെല്ലാം രോഹിത്തിനൊപ്പം നിന്നപ്പോൾ ഹാർദിക്കിനെ പിന്തുണച്ചത് ഇഷാൻ കിഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇഷാനോട് ഈ സ്നേഹം ഹാർദിക്കിനുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഇഷാൻ കിഷനെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുമ്പോൾ സഞ്ജു സാംസണ് വഴിമാറി കൊടുക്കേണ്ടതായി വരും. സഞ്ജുവിനെ തഴഞ്ഞാലും ഹാർദിക്കിനെതിരെ ചോദ്യം ഉയരുകയില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഒതുക്കാനാണ് സാധ്യത കൂടുതൽ. ഇത്തവണത്തെ 2020 ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു ഉൾപ്പെട്ടിരുന്നെങ്കിലും കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. സഞ്ജു കളിക്കുകയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ സെലക്ടർമാർ സമ്മർദ്ദത്തിലായേനെ. എന്നാൽ ഇപ്പോൾ അത്തരമൊരു പ്രശ്നമില്ല. ഇനി വരാനുള്ളത് സിംബാബ്വെ പര്യടനത്തിലെ ആദ്യ 2 മത്സരവും സഞ്ജു കളിക്കുന്നില്ല. പിന്നീടുള്ള മത്സരങ്ങളിൽ കളിക്കുമോ എന്നത് കണ്ടറിയണം. നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിന് ഈ പരമ്പര നഷ്ടമായാൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്നും അദ്ദേഹം തഴയപ്പെട്ടേക്കും. ഇതോടെ സഞ്ജുവിനെ പൂർണ്ണമായി മാറ്റി നിർത്താൻ സെലക്ടർമാർക്ക് സാധിക്കും. അധികം വൈകാതെ ഏകദിനത്തിലും ഹാർദിക് പാണ്ഡ്യയെ ഇന്ത്യ നായകസ്ഥാനത്തേക്ക് എത്തിച്ചേക്കും. അതോടെ സഞ്ജുവിനെ പൂർണ്ണമായും തഴഞ്ഞേക്കും. ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഫോർമാറ്റിൽ നടക്കാൻ പോവുകയാണ്. ഇതിനു മുൻപായി സഞ്ജുവിനെ ഒതുക്കാനുള്ള ശ്രമം ടീം മാനേജ്മെന്റിൽ നിന്ന് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. വരുന്ന 2020 ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് നടക്കുന്നത്. സഞ്ജുവിന്റെ കളിശൈലിയിൽ അനുയോജ്യമായ സാഹചര്യമാണ് ഉള്ളതെങ്കിലും ഇനിയൊരു ലോകകപ്പ് കളിക്കാനുള്ള അവസരം സഞ്ജുവിന് ലഭിച്ചേക്കില്ല. രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതോടെ സഞ്ജുവിന് ലഭിച്ചിരുന്ന പിന്തുണ കുറയുമെന്നത് ഉറപ്പാണ്. എന്തായാലും സഞ്ജുവിന് മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമാവില്ലെന്ന് ഉറപ്പ്.